സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർഷിക ഒരു ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാവും ഈ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്? പക്ഷെ എന്തിനാണ് ഫ്രെയിം? അർഷിന്റെ ക്യാമറയിൽ നിന്ന് കറക്റ്റ് കജ്ജിമൊക്കെ ഒരു കണക്ഷൻ കൊടുക്കാണ്ട് കയ്യമ്മല് കുറച്ച് സാധനങ്ങളൊക്കെ കെട്ടിക്കാണ്ടാണ് അർഷി ഷൂട്ട് ചെയ്യണത്. അത് എന്തിനാ വെച്ചോക്ക്, എന്തിനാണെന്ന് കാക്ക ഗ്ലൂക്കോസ് കയറ്റാൻ പോയത് വെച്ചോക്ക്. ഓ ബ്യൂട്ടിഫുൾ. എങ്ങനെയുണ്ട്? അല്ല എന്താണ് അവസ്ഥ, എന്താ പറ്റിയത് എനിക്ക്? എനിക്ക് എന്താ അറിയില്ല, പെട്ടെന്ന് ഒരു ക്ഷീണം വന്നു. ഇതെന്താ പറ്റിയതെന്ന് ഞാൻ പറഞ്ഞുതരാ. അർഷി സത്യം പറഞ്ഞാല് ഒരു 2 ആഴ്ചയോളം ഓസ്ട്രേലിയയിൽ ഖത്തറത്തെ ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ ഷൂട്ടുമായി പ്രമാണിച്ച് അർഷി ഓസ്ട്രേലിയ പോയതാണ്. അപ്പോൾ ഈ ഫുട്ബോൾ ക്ലബിലെ ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഭയങ്കര ഡയറ്റ് പരമായിട്ടുള്ള ഫുഡുകളാണ് അവർക്ക് കൊടുക്കുക. സ്റ്റേക്ക്, സലാഡ്, ജ്യൂസുകൾ, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഷുഗർ കുറച്ച് കണ്ടുള്ളത് ഭയങ്കര ന്യൂട്രീഷ്യസ് ഫുഡാണ് അർഷിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അർഷി അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അർഷിക്ക് പുറത്ത് പോയി കണ്ട് കരിച്ചതും പൊരിച്ചതും ഗ്യാപ്സും കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അർഷി 2 ആഴ്ച എഡങ്ങേറായിക്കാണ്ട് എന്ത് ചെയ്തു, ഈ ഹെൽത്തി ഫുഡ് കഴിച്ചു. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ടാണ് ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട് ഒരാൾക്ക് ഗ്ലൂക്കോസ് കയറ്റേണ്ടി വന്നത്. അത് അർഷിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3-4 കൊല്ലമായിട്ട് അർഷി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കരിച്ചതും പൊരിച്ചതും ബ്രോസ്റ്റും മന്തി മയണൈസ് ഒക്കെയാണ്. അപ്പോൾ അത് 2 ആഴ്ച മിസ്സായി. ബോഡിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അതിപ്പോൾ ഉണ്ടല്ലോ, ഡീസൽ വണ്ടിക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നിൽക്കുമല്ലോ, അതേമാതിരി അർഷിക്ക് എന്ത് ചെയ്തു, നല്ലൊരു ഡീസൽ എഞ്ചിൻ ഇനി അതിൽ കുറച്ച് പെട്രോൾ കയറി ഓഫായി. ഇപ്പൊ കുറച്ച് കല്യാണം പോകാൻ മതി. ഇപ്പൊ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ലെവലാവൂലേ, സെറ്റല്ലേ? ഇനി ഹെൽത്തി ഫുഡൊന്നും കഴിക്കണം. അമ്മാനോട് 4 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച വല്ല എണ്ണയിൽ കുറച്ച് കോഴി പൊരിച്ചു തരാൻ മതി, അതങ്ങോട്ട് തിന്ന്. സെറ്റല്ലേ അവസരം? സെറ്റാണ്. അപ്പോൾ ഗായ്സ് ഫ്രെയിം സെറ്റല്ലേ, പിടിക്കൊന്നും വേണ്ട. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, നമ്മളെ അസ്ദറുവിൻ്റെയും നമ്മുടെ ഹുദൻ്റെയും അല്ലേ ഒരു എന്താണ് അതിന് പറയാ, ഒരു ടെസ്റ്റിമോണിയൽ. എനിക്ക് വേറെ കാര്യം കാണിച്ചതാ, മിക്ക അയച്ചിട്ട് ഓടിയോ ടെസ്റ്റിമോണിക്ക്. പാവം മിക്ക സുഹൃത്തുക്കളെ എയറിൽ നിന്നും എയറിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ലാസ്റ്റ് വ്ളോഗ് കണ്ടപ്പോൾ മിക്കിന്റെ കോമഡി കണ്ട് ചിരിച്ച കുറെ ആൾക്കാരുണ്ട്. ആദ്യം പറഞ്ഞു മിക്ക പറഞ്ഞേ ഇവിടെ വർഷയുടെ ഗ്രൂപ്പിൽ ഞാനും വർഷം മിക്കി തമ്മിൽ പ്ലാനിങ്ങിന്റെ ഒരു ഗ്രൂപ്പാണ്, കല്യാണ പ്ലാനിങ്ങിന്റെ. അപ്പൊ മിക്കി പറഞ്ഞ് എന്താണ് നമുക്ക് മാട്രിമോണി എടുക്കണ്ടേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ എന്താ മിക്ക മാട്രിമോണി വെച്ചു, അതിന് റിപ്ലൈ അയച്ചോ കേട്ടിക്കടോ. ഒന്നുകൂടി ഗ്രൂപ്പിലേ മാട്രിമോണി എടുക്കണ്ടേ മാട്രിമോണിയോ അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ മിക്കി ഹാപ്പിയാണ് എന്തായാലും. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിന്ന് വിറക്കണ്ടേ, ചൂടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ടെസ്റ്റിമോണി എടുക്കുകയാണ്. ടെസ്റ്റർമോണി. അപ്പോൾ ഹുദ ഒരു കാര്യം പ്രത്യേകം പറയാൻ പറഞ്ഞേ. എന്താണ്? കഴിഞ്ഞ വ്ളോഗിൽ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞിനി ഹുദ അസ്റുവിൻ്റെ വല്യമ്മാനോട് കവുങ്ങിനെ പറ്റി ചോദിച്ചു തരും. അപ്പോൾ അതിലെല്ലാവരും എന്ത് പറഞ്ഞു, കൊല്ലത്തിലെ കുറച്ച് ആൾക്കാർ അതിൽ കമൻ്റ് ഇട്ട്, അപ്പോൾ കൊല്ലത്തില്ല കുറച്ച് ആൾക്കാർ അതിൽ കമൻ്റ് ഇട്ട് ഞങ്ങൾ കൊല്ലത്തില്ലോലാണ് ഇവിടെ കവുങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹുദ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഓളെന്താ വെച്ചാൽ ചെറുപ്പം മുതലേ പുറത്ത് നിന്ന് പഠിച്ച് അവിടെ ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ കൊല്ലത്തിൽ നിങ്ങൾ കണ്ട മാതിരി ഓള് ചിലപ്പോൾ അവിടുത്തെ നാടൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഓള് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കണം. അല്ല, കൊല്ലത്ത് അതില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഓളത് കണ്ടിട്ടില്ല എന്നാ പറഞ്ഞിട്ടുള്ളൂ. കണ്ടിട്ടില്ല അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഇപ്പൊ കണ്ടില്ലേ? ഡൗട്ടുകൾ മാറിയില്ലേ? ഇതിച്ചാട്ടെ. ഓ വേറെ ലുക്കാട്ടെ തുടങ്ങിയ മഴ മുതലേ കാണിച്ചു വേണം. ഇജ്ജ് വല്ലാതെ വേർക്കണില്ല, ഞാൻ നല്ല വേർക്കുന്നുണ്ട്. നമ്മൾ പറയാൻ മതി അസറോ, ഞാനും അസറൊക്കെ എങ്ങനെയാ വെച്ചാൽ വെറുതെ നിന്നാൽ വിയർക്കും. അതായത് ഇവിടുന്ന് വെറുതെ അങ്ങോട്ട് കടന്നാൽ മതി. അതായത് നമ്മളെ ബോഡി അങ്ങനത്തെ ബോഡിയാണ്. ഇന്നാളിപ്പോൾ എന്നോട് പറഞ്ഞ വിയർപ്പിൻ്റെ ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ എന്ത് മരുന്നായിരുന്നു ഡോക്ടർ? ഇത് ഞാൻ നാളെ ഒരു ആയുർവേദ ഡോക്ടറെ പോയി കണ്ട്. അപ്പോൾ മൂപ്പരിനോട് പറഞ്ഞേ
ഇത് മാറ്റണമെങ്കിൽ മാറ്റൊക്കെ ചെയ്യാം, പക്ഷെ ആരോഗ്യമുള്ളവരാണ് വേർക്കുള്ളൂ പറഞ്ഞു അതുകൊണ്ട് ടോപ്പാക്കിന്നെ. ഇതിനോട് ഇമ്മ പറയലുണ്ട് ഞാൻ അങ്ങനെ വിയർക്കുമോ അത് ആരോഗ്യം കൂടുതലുണ്ടോ അങ്ങനെ ഉണ്ടോ? സത്യത്തിൽ ഡോക്ടർമാർ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർമാരാണ്, ഇനി ഇതിനെ പറ്റി വിയർപ്പിന് ഉണ്ടല്ലേ, വിയർപ്പിനെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരായാലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇവര് ഹുദ്ദീൻ പറഞ്ഞു, അസുറും പറഞ്ഞത് അതുകൊണ്ടാണ് വരുന്നത് പറഞ്ഞു. അതായത് ആരോഗ്യം കൂടുതലില്ലോൽക്കാണല്ലോ ഇങ്ങനെ ബോഡി വിയർക്കുക, അങ്ങനെയാണെങ്കിലും ഓക്കെ. ബോഡി കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആണല്ലേ, അതുകൊണ്ട് നമ്മൾ വേർക്കല്ലേ. ഒന്നാമത് പിന്നെ നമ്മളത് കൂടുതൽ തൊള്ളയാണ് വർക്ക് ചെയ്യണത് ബോഡിനേക്കാളുള്ളൂ, അങ്ങനെ ആരോഗ്യം കൂടിയേക്കാണ്. അതായത് എനിക്ക് ജോലിയുണ്ടോ, അതായത് എല്ലാവർക്കും കിട്ടുന്ന ഒരു പരിപാടി നമ്മൾ വെള്ളം കുടിക്കുമല്ലോ നല്ലോണം ബാസിലെ. ചിലവരൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 1 ലിറ്ററൊക്കെ ഒരാൾക്ക് കുടിക്കാൻ കഴിയുള്ളൂ. നമുക്ക് 5-6 ലിറ്റർ കുടിക്കും, കാരണം കുടിക്കണമൊക്കെ വേർത്ത് പോകണം. ഒരു കണക്കിന് അതും ഒരു ഹെൽത്തിയാണ്. അതായത് നമ്മളെ തൊള്ള നിൽക്കാതെ ടെസ്റ്റർ മണിക്ക് പോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ ടെസ്റ്റർ മണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ക്യാമറയുടെ ഫ്രെയിം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ അർഷി സെറ്റ് ചെയ്ത ഫ്രെയിം. ഇതാണ് അർഷി സെറ്റ് ചെയ്ത് ഇങ്ങനെ ഫ്രെയിം കേട്ടോ. ക്ലോസ് ആണ് ഇത്, ഒരാൾക്കുള്ളല്ലോ അർഷി ക്ലോസ് വരുമോ? ഓ അർഷി വിയർത്ത് പിടുത്താൻ പറ്റും കേട്ടോ. അല്ല അസറു ഇരിക്കി ഇരുന്നോടുക്കി മഴ പെയ്യൂട്ടോ. സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ അർഷീൻ്റെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ട്. ഇത് കാണാൻ നമ്മൾ പൊട്ടന്മാർ വെറും ഇതൊരു ലാൻഡ്സ്കേപ്പായിട്ട് നമുക്ക് തോന്നും, പക്ഷെ ഇതൊരു വെറും ലാൻഡ്സ്കേപ്പാണോ? അല്ല. തൃശ്ശൂരിൽ അർഷി ഡയറക്റ്റ് പുല്ലിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അങ്ങനെയല്ലേ, അത് ചെക്ക് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് മണ്ണുത്തി കൊണ്ടുവന്നാണ് അർഷി. ഇതൊക്കെ മണ്ണുത്തി എന്നല്ല അർഷിയെ, നിങ്ങളൊന്ന് തൊള്ള കൂടി ഇരിക്കാൻ. പിന്നെ ഇത് നമ്മക്കുണ്ടല്ലോ ഇത് തീരെ ക്ഷമല്ലട്ടാ, ഇത് എത്ര നേരം ഇങ്ങനെ മുന്തി നടക്കുക. നല്ല സമയം ഇനി പണിക്കാരെ ഏൽപ്പിച്ചായിരുന്നു. സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആ ഫാൻ മാറ്റി അതിൻ്റെ ഒച്ചയ്ക്കും. ഒരു യൂണിവേഴ്സിറ്റിൻ്റെ മുമ്പ് നിന്നാണ് ഇവളെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ട അന്ന് തന്നെ ഞാൻ പോയിക്കാണ്ട് പേരെന്താ ചോദിച്ചു, നാട് എവിടെയാണെന്ന് ചോദിച്ചു, വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അന്ന് തന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞു. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കോമഡി. അപ്പോൾ അവൾ ഒബ്വിയസ്ലി റിജക്റ്റ് ചെയ്തിട്ട് അവളുടെ വീട്ടിലേക്ക് നടന്നു പോയി. പിന്നെ 2025 ഒക്കെ ആയപ്പോൾ ഞാൻ 3 years ഇതിൻ്റെ ബാക്കിൽ വെയിറ്റ് ചെയ്തു. 3 yearsoളം വെയിറ്റ് ചെയ്തിട്ട് 2025 ഞാൻ വീണ്ടും വന്നു തോന്നുന്നു അല്ലേ. വീണ്ടും വന്നിട്ട് ഞാൻ ഈ സെയിം മാറ്റർ തന്നെ സംസാരിച്ചു. അപ്പോൾ അവളുടെ വീട്ടുകാരുടെ നമ്പർ തന്നു. എന്നിട്ട് വീട്ടുകാരുടെ നമ്പർ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് കൊടുത്തു. അവളുടെ എൻ്റെ വീട്ടുകാർ വിളിച്ച് സംസാരിച്ച് 2025 അങ്ങനെ ചെറിയൊരു എൻഗേജ്മെൻറ്റ് നമ്മളത് കഴിഞ്ഞു. ഇപ്പോൾ ദാ ഒരു 1 week മുമ്പ് നമ്മളുടെ നിക്കാഹ് ഇവളുടെ നാട്ടിൽ വെച്ചിട്ടും കഴിഞ്ഞു. അതിന് പോയതൊക്കെ വലിയ കോമഡി. അവിടുന്ന് നാട്ടിൽ നിന്ന് നമ്മളെല്ലാവരും 5-6 ആൾക്കാർ ട്രെയിനിൽ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ 5 ആൾ, ഞാൻ, ബാസിൽ, ഹനാൻ, ജിംഷാദ്, നബീൽ, മോഫിസ്ക്കൊക്കെ ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്നിട്ടുണ്ട് ഡയറക്റ്റ് ട്രെയിനിലേക്ക് കയറാൻ. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയതിന് ശേഷം നമ്മളവിടെ റൂമിൽ സ്റ്റേ ചെയ്ത് രാവിലെ ഒരുങ്ങി മാറ്റി ഓഡിറ്റോറിയത്തിലേക്ക് പോയപ്പോൾ ഞാൻ ഫസ്റ്റ് സർപ്രൈസ് തന്നത് കാറായിരുന്നു. അത് ഈ കാറൊന്നുമില്ല അവിടെ ഇറങ്ങാൻ, നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കാറിൽ പോകേണ്ടി വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ അതിന് ഓക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കേനി. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ട് കാറുകളുടെ രാജകുമാരനായിട്ടുള്ള ലാൻഡ് ക്രൂസറും കൊണ്ട് ഇങ്ങനെ വരുന്നത് സർപ്രൈസായിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സർപ്രൈസ് തന്ന് അത് കഴിഞ്ഞ് ഞങ്ങളെ നിക്കാഹ് കഴിഞ്ഞ് ലാസ്റ്റ് 2 ഡയമണ്ടിൻ്റെ നെക്ലേസ് തന്ന് അങ്ങനെ സർപ്രൈസ് ചെയ്ത്. അപ്പോൾ എന്താ എന്ന് പറയാണ്ട് അറിയില്ല, കാരണം നല്ല ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ഇനി ഇജെന്തേലും പറയും. ഞാൻ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തപ്പോൾ എന്താ അല്ല ഇതിൽ വേറെ കോമഡി ഉണ്ട്. ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ഇവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഏതോ ഒരു കാക്കൻ്റെ പിന്നാലെ നടന്ന് ഇടങ്ങേറാക്കുന്നുണ്ട് പറഞ്ഞാണ്ട് ഉണ്ട് അങ്ങനെ തന്നെ പറഞ്ഞ് ഏതോ ഒരു കാക്ക അങ്ങനെ പറഞ്ഞ്. അതെ
ഏതോ ഒരു കാക്കന്നെ അടങ്ങാറാക്കണ്ട് ഉമ്മ പറഞ്ഞാണ്ട് വീട്ടിലൊക്കെ വിളിച്ച് കരഞ്ഞാണ്ടാ വിളിച്ചേ. ആ നമ്മളന്ന് നേരെ പോയിക്കാണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുക, നേരെ പോയിക്കാണ്ട് എനിക്കാണ് ഇഷ്ടമാണ്. എനിക്കറിയ പോലില്ല. എന്നിട്ട് എന്നോട് ഫസ്റ്റ് വന്നിട്ട് ഇഷ്ടാണ് എന്ത് പക്ഷേ ഈ 3 years ഞാൻ 2023 ഈ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം 2025 ഓളുടെ വീട്ടുകാരുടെ നമ്പർ തരാനുള്ള റീസണും കൂടി ഉണ്ട്. 2 വർഷം എന്നെ വാച്ച് ചെയ്യനി ഇവള്, 2 വർഷത്തോളം എന്നെ വാച്ച് ചെയ്യനി. വാച്ച് ചെയ്തിട്ട് എന്താ മനസ്സിലായേ? കുഴപ്പമില്ലാന്ന്. കുഴപ്പമില്ലാത്ത ആളെന്ന് മനസ്സിലായി. എന്നിട്ടാണ് നമ്പർ തന്നത്. വെഡിങ്ങില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണ് ലോങ്, അതായത് നിലമ്പൂർ ടു കൊല്ലം. നിലമ്പൂർ ടു കൊല്ലം. അപ്പൊ ആ ഒരു ഇത് എങ്ങനെ കാണുന്നു? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ല, ഇതിൽ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ കൊല്ലത്തു നിന്നാണ് കെട്ടുന്നതെന്ന് പറയുമ്പോൾ അത്രയും ലോങ് അല്ലേ എന്നുള്ളൊരു കാര്യം ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിന് ഇണങ്ങിയിട്ടുള്ള ഒരാൾ അത് ഇനി കൊല്ലത്താണെങ്കിൽ വേറെ എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടം പറഞ്ഞു കണ്ട് അത് കെട്ടുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ഏരിയയിൽ പോയിക്കാണ്ട് ഇഷ്ടപ്പെടാത്ത ഒരാളെ നമ്മൾ കെട്ടണില്ലാറ് നല്ലത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ അത് ഇനി എത്ര ലോങ് ആണെങ്കിലും പോയി കെട്ടുക എന്നുള്ളതാണ്, അല്ലേ? ഒരു ഗ്രൂം ലുക്കിൽ കണ്ടപ്പോൾ ഫീൽ എന്തായിരുന്നു? കുറച്ച് ഉറക്കെ പറയാം, അല്ലെങ്കിൽ കിട്ടൂലേ. കയറിങ്ങാ അത് കാണിച്ചെടുക്കാത്തില്ലേ? പറ്റണില്ല. കയറിങ് ഓക്കെ. നെക്സ്റ്റ് മാക്സിമം എങ്ങനെ പിരികേറ്റാം അതാണ് ഞാൻ നോക്കണത്. എന്താ പറയാ, ഫസ്റ്റ് അതൊരു ഇഷ്ടമാണ് എന്ന് പറയാൻ വന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ അപ്പോൾ പിന്നീട് ഞാൻ കൊല്ലത്തുനിന്ന് അറിഞ്ഞപ്പോൾ ദൂരം ഉള്ളതുകൊണ്ട് ആലോചിച്ചോ. ആലോചിച്ചതല്ല, അതായത് ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്നാന്ന് അറിയില്ലല്ലോ. അപ്പോൾ പിന്നീട് ഞാൻ കൊല്ലത്തുനിന്നാന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ചതല്ല, കൊല്ലത്തുനിന്നാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഈ നമ്മളുടെ നാട്ടിൽ സൈഡിൽ എവിടെയെങ്കിലും ഉള്ള ആളാണെന്ന് വിചാരിച്ച്. അപ്പോൾ പെട്ടെന്ന് കൊല്ലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചൊന്നുമില്ല. ഗൂഗിൾ മാപ്പിൽ നിന്ന് ജസ്റ്റ് ലൊക്കേഷൻ എത്ര ഉണ്ട് നോക്കി, എത്ര മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാണ്ടാവും എന്നുള്ളത് നോക്കി. ഒരു 8 മണിക്കൂറല്ലേ ഉള്ളൂ, അത് സീനില്ല. അതെ, ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അതാണ് നമ്മുടെ നിലമ്പൂരുകാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജറാണി ഉണ്ട്. രാത്രി ഉണ്ട് കയറിയാൽ പെലച്ച 3 മണിക്ക് കൊല്ലത്തെത്തും. അപ്പോൾ ഡ്രൈവ് ചെയ്ത് ബാസിലിനെ വിളിച്ചിനി. ആ സത്യമായിട്ടും അതൊക്കെ പ്ലാൻ ചെയ്യണ്ടേ? എക്സ്പെക്ടേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഫാമിലി ആയിട്ട് സെറ്റായി പോണം. പിന്നെ ഫ്രണ്ട്സ് പോകാനുള്ളതാണ് പറഞ്ഞോ. പിന്നെ എന്താ മെയിനായിട്ട് തന്നെ ഫാമിലി. എൻ്റെ വീട്ടിൽ കുറച്ച് പേരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ കാക്കമാരെ വൈഫുകളുണ്ട്, എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. അപ്പം അവരൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഉള്ളപ്പം നല്ല രസമാണ്. അപ്പം ആ കൂട്ടത്തേക്ക് വരുമ്പം എല്ലാവരുമായിട്ട് നല്ല മിങ്കിളായി പോണ ഒരാളാവണമെന്നുണ്ടായിരുന്നു. നിക്കായിന് മുന്നേ ഞാൻ കുറേ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കായിരുന്നു. പക്ഷെ നിക്കായിന് അന്നത്തെ ദിവസം എനിക്കൊന്നും ഒരു ഓർമ്മയായിട്ട് പറയാനില്ല. എല്ലാം ഒരു ഫുൾ ബ്ലാങ്കാണ്. കൈ എന്നപ്പോ കൈ ഇങ്ങനെ വറക്കണ്ടായിരുന്നു. വരക്കുണ്ടായിരുന്നു, പേടിച്ചിട്ടല്ല, ഒരു ബ്ലാങ്കായി. നിക്കായിൻ്റെ സമയത്തൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ. അത് നിക്കായിന് മുന്നേ പറയ് എന്ത് കരഞ്ഞു.
അതെന്ത് അതെന്തിനാ കാര്യണ് ആ ഓക്കെ ഇത്ര സങ്കടത്തിലായിരുന്നോ? നിക്കായ ടൈം ചുരുക്കി പറഞ്ഞാൽ സങ്കടത്തിലായിരുന്നു. നിക്കാഹിന് അത് പറഞ്ഞോ എന്ത് നിക്കായിന് നിങ്ങളത് പറഞ്ഞു പറ്റപ്പോ ഞാനത് എൻ്റെ ഇനി എന്നോട് വെച്ചോ അത് ബാക്കി പിന്നെ പറഞ്ഞു. കല്യാണത്തിന്റെ അന്ന് നമ്മളെ ഒരു പുതിയൊരു കോസ്റ്റ്യൂമുക്ക് മാറാണ്. അതായത് എല്ലാരും നോട്ട് ചെയ്യുന്ന ഒരാളെ മാറാണ്, പേര് തന്നെ മാറാണ്. ഒരു പുതിയാപ്പ ഒരു സാധനം ആവുകയാണ്. അപ്പൊ ആ സ്റ്റേജിൽ നിന്നപ്പോ എല്ലാ സാധനം, പിന്നെ അതുപോലെ നിക്കാ ടൈം ഉണ്ടായ ഒരു സാധനമൊക്കെ വന്നു. പിന്നെ അതുപോലെ ബ്രൈഡ് എൻട്രിക്ക് എല്ലാരും ബ്രൈഡിനെ അന്നിങ്ങനെ നോക്കി നോക്കി മാറി മാറി ഇങ്ങനെ നോക്കിയിരുന്ന ആ സാധനമൊക്കെ അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പത്തെ ഒരു ഫീൽ എന്തായിരുന്നു ഇതൊക്കെ? ഇഞ്ചൊരു 5-6 ചോദ്യം ചോദിച്ചു, ഇതിൽ ഒന്ന് ചോദിക്കും. അല്ല ഒന്നിച്ചൊരു സാധനം ഒന്നുകൂടി പറഞ്ഞ എന്തൊക്കെയാണ്? അതായത് അന്ന് നമ്മള് ഗ്രൂം ആവുകയാണ്. ആ അപ്പൊ എല്ലാരും നമ്മളെ തന്നെ നോക്കാം സ്റ്റേജിൽ വെക്കുമ്പോ ആ നിക്കാ ടൈമില്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ബ്രൈഡ് എൻട്രി ആകുമ്പോ ഓടി മഞ്ഞിങ്ങനെ മാറി മാറി നോക്കും. അപ്പത്തെ ആ ഒരു ഫീലൊക്കെ എന്തായിരുന്നു? ബ്രൈഡ് എൻട്രിൻ്റെ മുന്നേ നമ്മളെ കൂട്ടത്തിൽ നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഒരു 5-6 കപ്പിൾസ് ഉണ്ടായതുകൊണ്ട് തന്നെ സ്റ്റേജിൽ എങ്ങനെ നിൽക്കണമെന്നും എങ്ങനെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു പ്ലാനിങ് ഞാൻ എല്ലാവരോടും ചോദിച്ചു വെച്ചിട്ടുണ്ടേനി. അപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, സ്റ്റേജിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാങ്ക് പോയിന്റൊക്കെ നോക്കി നിൽക്കുക, ആൾക്കാരുടെ ഫേസൊക്കെ നോക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ആരും ഫേസൊക്കെ നോക്കിയില്ല. പിന്നെ എൻ്റെ എൻട്രിൻ്റെ ടൈമിലാണ് ഞാൻ കറക്റ്റ് തന്നെ വാച്ച് ചെയ്തത്. അത് കഴിഞ്ഞ് എൻ്റെ വാപ്പ കൈ ഇങ്ങനെ പിടിച്ച് തരുന്ന വരെ ഞാൻ എന്നെ തന്നെ നോക്കിയിട്ടുള്ളൂ. പിന്നെ പിടിച്ച് തന്നപ്പം ഞാനും ബ്ലാങ്കായി. അല്ല അതുവരെ നമ്മൾ ചെയ്യുന്ന ചിരിച്ച് കളിച്ച് നിൽക്കുന്നതും ഫണ്ണായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അത് വേറെ തന്നെ കാര്യമാണ്. പക്ഷേ ആ ഒരു മൊമെൻ്റ് വരുമ്പം ഏത് വലിയ കൊമ്പനാണെന്നുണ്ടെങ്കിലും ഒന്ന് അതങ്ങനെയാണ്. കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കുകയാണ്. അതെ മറ്റൊരു ഫുള്ളാക്കി ആ മാഹർ കെട്ടിയപ്പോ ഉണ്ടായ ആ സാധനമൊക്കെ. അതുപോലെ ഈ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന സാധനം ഉണ്ടാവില്ലേ, എന്റെ വെഡിങ് ഞാൻ വരുന്ന ആ ഒരു സാധനമൊക്കെ, ആ വെഡിങ് കോസ്റ്റ്യൂം ഇട്ടിട്ടില്ല എൻട്രി, നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡ്രീം ചെയ്യുന്നൊരു ഇതൊക്കെ, അത് ഏതായിരുന്നു ആ വെഡിങ് എൻ്റെ ഒരു ഇതില്? അങ്ങനെ കുറെ എക്സ്പെക്ടേഷൻ അങ്ങനെ കുറെ ആലോചിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം അതൊന്നും നടന്നില്ല. അപ്പം ആ ഒരു ഇതിലങ്ങോട്ട് പോയി. എൻട്രി ഒന്നും അങ്ങനെ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാൽ മനസ്സിലായിരുന്നു മുന്നേ മനസ്സിൽ കുറെ പ്ലാനിങ് ഉണ്ടായിരുന്നു. എൻട്രി ഇങ്ങനെ വേണം, എൻട്രി സോങ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലൊന്നും ആ ഒരു സമയത്ത് തോന്നിയില്ല അങ്ങനെയൊക്കെ വേണം എന്നുള്ളത്. ആ എൻട്രി സോങ് ഒന്ന് പാടാൻ കഴിയോ? നല്ല പാട്ടോടാ അവള്, നല്ല പാടും, പക്ഷെ പാടി തരൂല. ഓളെ പെരയിലുള്ള ട്രോഫി ഫുള്ള് ഓള് പാട്ടാടിട്ട് കിട്ടിയ. പഠിച്ചിട്ടുള്ളതുണ്ട്. ഒരു 2 വരി പാടി കൊടുക്കോ? അല്ല എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. അത് ലൈവ് ഒന്നും അല്ലല്ലോ, നമുക്ക് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. 2 വരി, ജസ്റ്റ് 2 വരി. ബാസിലിനും അർഷിക്കും കേൾക്കാം, നശ്വയും കേട്ടിട്ടില്ലല്ലോ. ഇല്ലല്ല 2 വരി മാത്രമേ ലാസ്റ്റ് പാടൂ. ലാസ്റ്റ് അല്ല ഇപ്പൊ പാടണം.
നിക്കാഹിന് മറ്റൊരു പറയണം നാസറിന്റെ ക്യാരക്ടറിനെ പറ്റി ഇവള് കറക്റ്റ് എന്റെ ക്യാരക്ടർ പറയും. അടുത്ത നശ്യം ബാസിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അത് എന്റെ ക്യാരക്ടർ ഓപ്പോസിറ്റാ പറയാം. നിക്കാഹിന് മുന്നേ വാപ്പ വന്നിട്ട് ഇങ്ങനെ എന്നോട് ചോദിച്ച് അസുവിന് ഇങ്ങനെ നിക്കാഹ് ചെയ്ത് കൊടുക്കട്ടെ സമ്മതാണോന്ന് ചോദിച്ച്. അതിൽ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി, എൻ്റെ താത്തപ്പുറത്തുണ്ടായിരുന്നു അവളെ കയ്യിൽ നിന്ന് പോയി, ആ കേട്ടവരെ കയ്യിൽ നിന്നൊക്കെ അപ്പം തന്നെ പോയി. പിന്നെ നിക്കാഹിൻ്റെ സമയത്ത് വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ ഫോട്ടോയിലൊക്കെ കാണാം ആരൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. പിന്നെ ഒരു പറയുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയ സമയത്ത് നമ്മൾ കൈ പിടിച്ച സമയത്ത് അപ്പോൾ ഓരൊക്കെ നിന്ന് കരയിരുന്നു. അങ്ങനെ ഫുള്ളൊരു ഒരു വീട്ടിലത്തെ ഇളയ കുട്ടിയാ, അതുകൊണ്ടാ. ചെറിയ മോളാ. ഇജ്ജ് വലിയ പോത്താ. കൊഞ്ചലം കാട്ടണ്ട അവിടുന്ന് എങ്ങനെ കാട്ടുക. ആ ക്യാരക്ടർ അസുറിന്റെ ക്യാരക്ടർ ലൈക്ക് എന്താ ഓന്റെ ഇതിൽ ഇഷ്ടമായ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, ഇഷ്ടമായ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അത് പറയാം. ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ള ക്വാളിറ്റി എന്താ വെച്ചാൽ ഭയങ്കര ambitious ആണ്. ambitious മാത്രമല്ല അതോടെ ഹാർഡ് വർക്കിങ്ങുമാണ്. അപ്പോൾ ഫസ്റ്റ് എന്നെ കണ്ട സമയത്ത് എന്താ സീറോ ഇനി അങ്ങനെ പറയാക്ക് സീറോ അല്ല, പക്ഷേ അത് അവിടുന്ന് ഈ ഒരു സ്റ്റേജ്, അത് 3 years എന്നുള്ള ആ ഒരു, അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചോദിക്കുക, ഇങ്ങനെ കല്യാണം കഴിച്ചു തരാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഭയങ്കര ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ കുറേ കാര്യങ്ങൾ മാഷാഅല്ലാഹ് ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ്, വെറുതെ അല്ല, ഹാർഡ് വർക്കിൽ ഒക്കെ നേടി. തടുക്കിരുത്തോ അതിന്റെ മോന്തി എക്സ്പ്രഷൻ നോക്കിച്ച്. ambitious ആണ്, ambitiousന് ഒരു പൊടിക്ക് മേലെ ഹാർഡ് വർക്കിങ്ങും ആണ്. അപ്പം എന്തൊക്കെ മനസ്സിൽ വിചാരിക്കുന്നോ അതൊക്കെ ഒരു ലക്കിന് കിട്ടല്ല, പക്ഷേ അതിനൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് ഭയങ്കര ആഗ്രഹിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടി. അതെനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്, അത് വേണം. പിന്നെന്താ, പക്ഷേ എന്താ സോഷ്യൽ മീഡിയയിലൊന്നും കാണുന്ന പോലെ തന്നെ അല്ല സീറോ, ഫേക്കാണ്. സോഷ്യൽ മീഡിയയിൽ ഫേക്കാണ്. സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ആണെന്നല്ല, ഞാൻ എൻ്റെ ചെക്കന്മാരിപ്പോൾ എങ്ങനെയാന്നുള്ളത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ജോർജിയ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ. ഞാൻ ഈ ഒരു 4-5 ആളടിയിൽ ഞാൻ അങ്ങനെയാ, അല്ലെങ്കിൽ ഫുൾ സൈലൻ്റാ. അത് ഇന്നറിയണ ബാക്കിയുള്ള ആൾക്കാരാ കുറച്ച്. പക്ഷേ എന്നെ അറിയുന്നവരുടെ ഇടയിൽ ഞാൻ ഓവർ എക്സ്ട്രോവേർട്ടാ. അല്ല, ശരിക്കും അസുർ ഇൻട്രോവേർട്ടാ. അപ്പോൾ അസുറിനെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും വ്ളോഗിൽ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ, ഭയങ്കര സൈലന്റ്, എന്ത് പറ്റി? അത് എല്ലാവരുടെ ഇടയിലും നമുക്ക് നമ്മളുടെ ക്യാരക്ടർ പുറത്തെടുക്കാൻ കഴിയില്ല, കംഫർട്ട് സോൺ ഉണ്ടാവും. ഇപ്പം നശ്വനെ നോക്കിച്ച് ഇങ്ങനത്തെ ഒരു കോയിപ്പാനാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. പുറത്തുള്ളവർക്കൊക്കെ എന്ത് നല്ല കുട്ടിയാക്കാരത്. അത് ക്ലീൻ ആക്കാം. ഇത് പറഞ്ഞു 3 years മുന്നേ എന്നെ വിളിച്ച്, അല്ല എന്നോട് വന്നിങ്ങനെ പറഞ്ഞത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഉമ്മ നോട്ട് ചെയ്ത് വെച്ചാണ് ഇങ്ങനെ ഒരു ചെക്കൻ ഒരു, അപ്പം തന്നെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഉമ്മ മൈൻഡിൽ പിന്നെയും വെച്ചിരുന്നു തോന്നണേ, ഇങ്ങനെ ഇനി എങ്ങാനും ചോദിച്ച് വരുമോ, പിന്നീട് വരുമോ ചോദിച്ച് വരുമോ എന്നെൻ്റെ ഉമ്മാൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ നമ്പർ കൊടുത്ത സമയത്ത് പെട്ടെന്ന് ഓല് വിളിക്കണ്ട വിചാരിച്ച് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇവരിങ്ങനെ വിളിക്കും എന്നുള്ളതൊക്കെ. അപ്പം എന്നോട് എന്താണ് പറയേണ്ടത് എന്ന് എന്നോട് തന്നെ അങ്ങോട്ട് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു അന്വേഷിച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്ത് എൻ്റെ ഭാഗത്ത് നോക്കിയാണ്, കുഴപ്പമില്ല, നിങ്ങൾ അന്വേഷിച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞു. എല്ലാം വേഗം നടന്നു. പിന്നെ അവർ അന്വേഷിച്ചു, പിന്നെല്ലാം ഷടപടേ ഭയങ്കര ഫാസ്റ്റായിട്ടല്ല നടന്നത്. അത്
തോന്നണം അങ്ങനെയാണ് തോന്നണത്. നല്ല പഠിച്ചതിന് ആ ഒരു ഇതാക്കിയതാണെങ്കിൽ അല്ലെങ്കിൽ നടക്കും എന്നാണ് തോന്നുന്നത്. ഇന്നലത്തെ പ്രോഗ്രാമിനെ പറ്റി ഇന്നലത്തെ നമ്മളുടെ ഇൻറ്റിമേറ്റ് വെഡിങ്ങിനെ പറ്റി എൻ്റെ വീട്ടിൽ നിന്ന് ആളുണ്ടായില്ല. ഇല്ല, അവളുടെ വീട്ടിൽ എല്ലാവരെയും വിളിച്ച് ഞാൻ മാക്സിമം ഇവിടെ നിർത്താൻ നോക്കി. പക്ഷെ ഓർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിന്നിട്ട് ഇന്നലെ തിരിച്ചു പോകുക, അല്ലെങ്കിൽ ഇന്ന് തിരിച്ചു പോയിട്ട് പിന്നെ നാളെ ഇങ്ങോട്ട് തന്നെ വരണം, അല്ലെങ്കിൽ ഇവർ 2-3 ദിവസം ഇവിടെ നിൽക്കണം, ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു 16-ാം തീയതി. അതായത് നാളെ നമ്മളുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് അവർക്ക് ഇന്നലെ ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല. ഇന്നലെ അല്ല, മിഞ്ഞാന്ന് എത്തണമല്ലോ ഇന്നലത്തെ പരിപാടിക്ക്. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സ് മാത്രമുള്ള പ്രോഗ്രാം എൻജോയ് ചെയ്തോ? കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഈ വീഡിയോസിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അതല്ലാതെ ഫ്രണ്ട്സ് എല്ലാവരും അടിപൊളിയാണ്, മാഷാഅല്ലാഹ്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കുറേ പറഞ്ഞു ഡീറ്റെയിലേക്ക് പറഞ്ഞോ. എന്താ പറയണ്ടേ ഇന്നലത്തെ ഒരു ഇത് ലൈക്ക് നമ്മളെ പരിപാടിനെ പറ്റി ഇന്നലെ എന്താ പറയണ്ടേ? അതായത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ചെക്കന്മാർക്കുള്ള പ്രോഗ്രാം, നിങ്ങളെ എൻട്രി? ആ ഇന്നലെ സത്യം പറഞ്ഞാല് അതായത് നിക്കാഹ് വേറെ ഒരു ടീം, ഇത് വേറെ ഒരു ടീമാണ്. അതെ, അങ്ങനെ ഒരു സാധനം പറഞ്ഞോ? അല്ല ഞാൻ നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതലേ ഞാൻ അർഷിനോടും ഇവരോട് പറയലുണ്ട്, നിക്കാഹിൻ്റെ ആ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഇൻറ്റിമേറ്റ് സംഭവം വേണം. കാരണം അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതും നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ആ ഫംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അർഷിനോട് ഞാൻ പറഞ്ഞു, ഒരു ഇൻറ്റിമേറ്റ് സാധനം നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നിക്കാഹ് കഴിഞ്ഞിട്ട് എന്തായാലും പ്ലാൻ ആക്കണം. അർഷി അത് എത്തിയൊക്കെ തന്നെ അർഷി മിക്കും ഓരെല്ലാവരും നമ്മളെ ചെക്കന്മാരെല്ലാവരും കൂടി ബാസിൽ, അനാന്, അർഷു ഓലെല്ലാവരും അങ്ങനെ എല്ലാവരും കൂടി പ്ലാൻ ആക്കിക്കാണ്ട് ഇന്നലെ അങ്ങനെ നമ്മളുടെ ഒരു ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് കഴിഞ്ഞു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ മനസ്സിൽ വിചാരിച്ചത് ആ ഒരു ലെവലിൽ തന്നെ ചെക്കന്മാർ ഉഷാറാക്കി ചെയ്തു തന്നു. അർഷിൻ്റെ ഒക്കെ മാസ്റ്റർ ബ്രെയിൻ പ്ലാൻ ഉണ്ടായിരുന്നല്ല, ഈ എൻട്രിൻ്റെ ടൈമിൽ മറ്റേ കളർഫുൾ ആയിട്ടുള്ള പേപ്പർ വിമാനങ്ങൾ ഉണ്ടാക്കിക്കാണ്ട് എറിയലൊക്കെ ഇനി പരിപാടികൾ ഒക്കെ നല്ല രസം. അത് അടിപൊളിയാണ്. അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ്. അത് ഇതുവരെ ഒരു വീഡിയോസിലും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഒരു വെറൈറ്റി സാധനമായി മാറിയത് അല്ലേ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്നെ പിടിച്ച് കറക്കാൻ പറഞ്ഞു. അവിടെ കുറച്ച് നേരം അടങ്ങാറായി. കല്യാണത്തിന്റെ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണത്തിൻ്റെ ജേണി എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ പറയുകയാണെങ്കിൽ വളരെ വിചിത്രമായ ഒരു ജേണി ആയിരുന്നു അത്. കാരണം ഒന്നാമത് കൊല്ലത്താന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും അനുക്ക് ആദ്യം അയ്യോ ഓനെന്ന് വെച്ചാൽ പരിപാടിക്ക് വരെ കൊല്ലത്തേക്ക് പോകണമല്ലോ, പരിപാടിയാണല്ലോ, ഓൻ്റെ പരിപാടിയാണല്ലോ, അങ്ങനെ പോണ ആളാണ്. അപ്പോൾ ലോങ്ങാണെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി നമ്മളെ സംബന്ധിച്ച് ഹുദ ആയാലും അസുറായാലും നമുക്ക് കുറച്ചായിട്ട് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ പിന്നെ അസുറിനെ നമുക്ക് കുറേ കാലമായിട്ട് അറിയാം, ഹുദനാണ് ഉദ്ദേശിച്ച് കുറച്ചായിട്ട് നമുക്ക് അറിയണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാക്കും ഓരോ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. പിന്നെ അസുറും തന്നെ ബാക്കിയുള്ള കല്യാണത്തിനൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടാണ് നിന്നിരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അസുറിൻ്റെ വളരെ ഡീസൻറ്റ്. അപ്പോൾ അസുറിൻ്റെ ഒരു കല്യാണം വരിക എന്നുള്ളത് നമ്മളിൽ തന്നെ ഒരു ആവശ്യം അത്യാവശ്യം. അപ്പോൾ അങ്ങനെ വന്നിപ്പോൾ നിക്കാഹ് കഴിഞ്ഞു. ഇന്നലെ അതിൻ്റെ ഒരു ചെറിയ പ്രീ വെഡിങ് കഴിഞ്ഞു. നാളെയാണ് ആ ദിവസം. അത് നമ്മൾ കാത്തിരുന്ന ആ ദിവസം എന്താണ്, നാളെയാണ്. അപ്പോൾ പലതും സംഭവിക്കും, പലതും സംഭവിക്കാതിരിക്കാം, എന്ത് സംഭവിക്കാം നമുക്കറിയില്ല കേട്ടോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ഫുൾ പ്ലാനിങ് നമ്മൾ വിട്ടുകൊടുത്തിരിക്കണം അനുവിനാണ്. കാരണം നമ്മൾ അതിൻ്റെ ഫുൾ കോർഡിനേഷൻ നമ്മൾ അതിൻ്റെ ഭാഗങ്ങളാവും. പക്ഷേ അത് എങ്ങനെ അതിൻ്റെ ഓരോ ഘട്ടം പോകണമെന്നുള്ളത് അനുവാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇൻ്റെ നെഞ്ചത്തൊക്കെ എടുക്കരുത്. അതാണ് അസുറിനോട് നമുക്ക് നേരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ പറയാനുള്ളത്. അതായത് ഹുദനെ പറ്റി ഒരു ലൈക്ക് ഒരു ക്യാരക്ടർ, പിന്നെ എൻ്റെ നിങ്ങളിപ്പോ ഒരു കണക്ട് ആയതിനു ശേഷമുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹുദക്ക് ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നത് ഹുദയാണ് വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഹുദ ഇവിടുന്ന് സോഡ വാങ്ങി തരാനൊക്കെ പറയുന്നുണ്ട്.
എന്തൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ ഞാൻ മെസ്സേജ് അയച്ച് പരിചയമുണ്ട്. ഞങ്ങൾ നേരിട്ട് കാണുന്നത് അന്ന് കോഴിക്കോട് പോയപ്പോഴാണ്. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഒരു പാവം കുട്ടി, അതായത് സൗണ്ട് ഞാൻ ഓളെ വോയിസ് ഫുള്ളിൽ ഇട്ടിട്ട് ഞാൻ പിന്നെ ചെവിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കേൾക്കുക എന്താ പറയണത്. അത്രയും ഒരു പാവം കുട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ കോഴിക്കോട് ഫ്ലോയില് പിന്നെ ഞങ്ങൾ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ പെട്ടെന്ന് സിങ്കായി. അത് നെസ്പ പറഞ്ഞത് കറക്റ്റ് ആട്ടോ. അതായത് ഹുദ എന്താ വെച്ചാൽ ഓളെ സൗണ്ട് പുറത്തേക്ക് തന്നെ വരില്ല. അതായത് ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കംഫർട്ട് സോണ് അല്ലാത്തതുകൊണ്ടേ കാരണം, അതായത് ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ഓള് ഇങ്ങനെ അടുത്ത് കാണുന്നത് ഇപ്പോഴാണല്ലോ, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ആർക്കായാലും ഉണ്ടാവും. അപ്പോൾ ഇവളൊക്കെ വന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കുമെങ്കിലും അന്ന് എങ്ങനെയായിരുന്നു ഹുദൻ്റെ പോലെ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ അടുത്ത് ഇങ്ങനെ ആൾക്കാരായിട്ട് പരിചയമാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഓൾറെഡി ഓളെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ഇതാണ്. ഓളെ നാളെ ഹുദൻ്റെ അമ്മേൻ്റെ എന്നോട് സംസാരിച്ച് നേരെ ഓപ്പോസിറ്റ് ആണ്. അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം എന്താ വെച്ചാൽ ഇന്നാൾ ഹുദൻ്റെ അമ്മേൻ്റെ എന്നോട് സംസാരിച്ച്, അതായത് നമ്മളൊക്കെ ഇങ്ങനെ നടക്കണല്ലോ പൊട്ടിത്തെറിച്ചാണ്ട് ആ ഒച്ചമുള്ളിനൊക്കെയുണ്ട്. അപ്പം ഹുദ പറഞ്ഞാൽ വളരെ സൈലൻ്റ് ആളുമാണ്. അപ്പോൾ പിന്നെ ഇമ്മന്നാളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ചിരിച്ച് ഹുദൻ്റെ അമ്മന്നാളിനോട് സംസാരിച്ചപ്പം അപ്പോൾ ഓള് നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണല്ലോ. ആ ഒരു ഇതിലിങ്ങനെ രസമായിട്ട് ഇങ്ങനെ പറഞ്ഞമ്മ. എന്താ ഹുദൻ്റെ വെഡിങ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളൊക്കെ ഒരു ഡ്രീം ലുക്ക് ആയിരുന്നു. അതായത് ഓളെ വെഡിങ് ഔട്ട്ഫിറ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ എനിക്ക് അസുറുക്ക വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു ആ അടിപൊളി എന്തൊരു റോയൽ ലുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ വെഡിങ് ലുക്കിലും കൂടി കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഒരു നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് തോന്നുന്നൊരു ലുക്കായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസമുള്ള ഡ്രസ്സായിരുന്നു. അസറുണ്ട് നല്ല രസം ഉണ്ടായിട്ടോ. നല്ല മെമ്മറീസ് അതേപോലെ അസുറായിട്ടുള്ള മെമ്മറീസ് പറയാ പറഞ്ഞോ. ഞങ്ങൾ തമ്മിൽ എങ്ങനെയെന്ന് പറഞ്ഞു. അതായത് അസുറായിട്ടുള്ള ഓക്കുള്ള പരിചയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിക്ക് വന്നതിന് ശേഷമുള്ള ഇതാണ് അല്ലേ അർഷേ? അസറോ നമ്മളെ ഇതിക്ക് ഇപ്പം ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഓക്കില്ല പരിചയം. പക്ഷേ എനിക്ക് അങ്ങനെയല്ലേ, നമ്മളതിൻ്റെ ഒരുപാട് വർഷങ്ങൾ മുമ്പില്ല ഞങ്ങൾ പരിചയമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ നമ്മളൊപ്പം ഇങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ കുക്കിംഗ് വ്ളോഗും കാര്യങ്ങളും ഇതൊക്കെ എടുക്കലുണ്ടായിരുന്നു. അതായത് അസുർ വരുമ്പോഴാണ് സാധാരണ നമ്മൾ കുക്കിംഗ് വ്ളോഗ് തന്നെ എടുക്കൽ കേട്ടോ, അല്ലെങ്കിൽ ഒന്നും എടുക്കില്ല. എൻ്റെ വ്ളോഗ് തന്നെ ഞാൻ ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തത് എന്താണ് അസുർ വന്നതിന് ശേഷമാണ്. അവൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നിർത്തി വെച്ചത്, ഇപ്പോഴാണ് തുടങ്ങിയത് വീണ്ടും. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇത് എടുക്കാനുള്ളൊരു അവസരങ്ങളും കാര്യങ്ങളും താത്തി പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അല്ലേ നല്ലൊരു ദൈന്യം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കീരിയും പാമ്പ് പോലെയാണ് എപ്പോഴും ഒരു ഭയങ്കര എപ്പോഴും തല്ലുകൂടിയാണ്. എന്താ വെച്ചാൽ ഓളും അങ്ങനത്തെ വർത്താനം പറയും, ഇങ്ങനെ ദേഷ്യം കടിപ്പിക്കണേ. അപ്പോൾ അസുറാണ് വിട്ടു കൊടുക്കൂല, ഓനും തിരിച്ച് ഇങ്ങോട്ടും പറയും. അങ്ങനെ 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 ഫുൾ ഫൈറ്റ് ആയിട്ട് ഓല അങ്ങനെ പോവും. പിന്നെ നമ്മൾ തമ്മിൽ ഭയങ്കര നല്ല പിന്നെ അടിയൊന്നും ഉണ്ടാക്കില്ല. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ അസുറുവിനെ അതായത് അനു ത്രൂ ആണല്ലോ ഇപ്പം നമ്മളെല്ലാവരും കണക്റ്റ് ആവണത്. അപ്പം അങ്ങനെ അന്ന് ഫസ്റ്റ് മുതലുള്ള പരിചയമാണ്. കൂട്ടുവായിട്ടപ്പോ കണ്ണിൽ വെള്ളം നിറഞ്ഞു ഓള് ശരിക്കും കരഞ്ഞുണ്ട്. അപ്പം അന്ന് മുതലുള്ള പരിചയമാണ് അസുറുവിനെ. അപ്പം എന്താ വെച്ചാൽ നമുക്ക് അറിയാം, നമ്മളൊക്കെ എന്താ വെച്ചാൽ അനുവിൻ്റെ ആ ഒരു യാത്രയിൽ വന്ന് അങ്ങനെ ഭാഗമായ ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അന്ന് മുതൽ നമ്മളെ ഈ ഒരു സർക്കിളിലുള്ള ആൾക്കാർ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. നമ്മൾ ഓലായിട്ട് എപ്പോഴും അത്രയും കണക്റ്റഡ് ആയിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ സ്വന്തം ഏട്ടൻ അനിയന്മാരെ പോലെ തന്നെയാണ് ഞാൻ ഓലിയും കാണുന്നത്. ഓലി എല്ലാവരും നമ്മളങ്ങോട്ട് തിരിച്ചും കാണുന്നത്. നമ്മൾ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ടൊക്കെ പറയും, കാര്യങ്ങൾ സംസാരിക്കും, എല്ലാം ചെയ്യലുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് എൻ്റെ ഈ ഒരു ചെക്കന്മാർ. അതായത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതായത് നമ്മളെ ഫുൾ ടൈം നമ്മൾ ഓല് വിളിച്ചാൽ എങ്ങോട്ടും ഇല്ല ആ ഒരു മൈൻഡിലാണ് ഇവിടെ എല്ലാവരും നമ്മൾ ഇതാവണത്. അതിൽ പെട്ട ഒരാളാണ് നമുക്ക് അസറു. അപ്പം നമ്മൾ എന്തിനും ഏതിനും നമ്മൾ എപ്പോഴും ഒപ്പം ഉണ്ടാകലുണ്ട്. എല്ലാ കാലത്തും പറ്റിയിട്ട് നമ്മൾ ആഗ്രഹിക്കലുണ്ട്, പ്രാർത്ഥിക്കലുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കാം. വിഷ് ചെയ്തോ, ഫസ്റ്റ് വിഷ് ചെയ്തോ, ഒപ്പം വിഷ് ചെയ്യാം. അപ്പോൾ അസറൂനും ഉദക്കും ഹാപ്പി മാരീഡ് ലൈഫ്. അസറൂന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ഊട്ടി വീഡിയോ അത് കഴിഞ്ഞിട്ട് അങ്ങനെയല്ല എന്നാ പറയും സ്വീറ്റ് ആണ് നല്ല വീഡിയോ ഭയങ്കര സ്വീറ്റ് ആണ്.
അത് കട്ടിയില്ല അർഷ. ആ കട്ട് എല്ലാം കട്ട്. അങ്ങനെയല്ല, അണ്ടർസ്റ്റാൻഡ് അങ്ങനത്തെ ഒരു സാധനം ആ ശരിക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. അസുറിനെ കൂടി വേണം. അതില് ഹുദാ ശരി. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ചെലപ്പോ എന്താണ് നമ്മള് നാളെ ഒരു 4 മാസം മുന്നേ നമ്മളൊരു കല്യാണത്തിന് പ്രിപ്പയർ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ പ്രിപ്പറേഷൻ വരെ തലേന്നാണ്. അപ്പൊ നമ്മള് ചൂടാവാതെ ഓക്കെ പറയണം. മനസ്സിലായി? ഇത് പറയുമ്പോ കാര്യമായിട്ട് ആലോചിച്ചെടുത്ത് പറഞ്ഞത്. അപ്പൊ എന്താരോ ഇന്നലെ ഞാൻ നല്ല 2 വർത്താനം പറഞ്ഞിരിക്കണേ. അതെന്താ വെച്ചാല് ഇപ്പൊ സുഹൃത്തുക്കളെ അസുറിന്റെ ഉദന് കല്യാണം എന്ന് തീരുമാനിച്ച കല്യാണമാണ് അത്. എന്നിട്ട് ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോയി കിടക്കാം. അപ്പൊ ഞമ്മക്ക് എന്താ വെച്ചാൽ അസുറിന്റെ കൂടെ നിന്ന് പല കാര്യങ്ങളും ഇത് പറയാൻ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു അർഷിക. എന്തേലും അഭിപ്രായം പറയാൻ പറഞ്ഞേ, ഞമ്മക്കൊക്കെ കല്യാണങ്ങൾ വരാണ്ടാവും. അപ്പൊ കൊറേ മാസം മുന്നേ വെച്ച കല്യാണാണെന്നുണ്ടെങ്കിലും ഇന്നലെ നമ്മള് കല്യാണ ഡ്രസ് എടുക്കാൻ പോകണെന്നുണ്ടെങ്കിൽ ചൂടാവരുത് പറയാനുള്ളത്. എന്താണത്? അർഷകല്ലേ പിരാന്ത് കടിച്ചിട്ട് എന്നെ വിളിച്ചിട്ടേ. അപ്പൊ ഞാൻ അർഷനും കൊണ്ട് ഇന്നലെ പോണത്. അപ്പൊ നീ ഇതൊരു പാടാക്കി എടുക്കരുത്. അപ്പൊ ഞാൻ അവളോട് പറയലെന്തരോ, എന്താച്ചാ വാങ്ങിക്കോട്ടെ, ഒരു പ്രശ്നവും നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. പക്ഷെ അതെന്ത് ചെയ്യണം, പരിപാടിന്റെ ഒരാഴ്ച മുമ്പ് സെറ്റ് ചെയ്ത് ഫ്രീ ആയി പറഞ്ഞാലും എനിക്ക് വാങ്ങിത്തരും. എങ്ങനെ എന്താ പറഞ്ഞേ? ബാസിൽക്കേ എനിക്ക് എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്ന ഒരു സാധനം ഞാൻ വാങ്ങേണ്ട അറിയില്ല. എനിക്ക് നല്ല പ്രയോറിറ്റി തരും. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. ചില കാര്യങ്ങളൊന്നും ഇപ്പം ഹുദക്ക് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഹസ്ബൻഡ് ആവാൻ ശ്രമിക്കുക. അസറോ അങ്ങനെയുണ്ട്. അതായത് ഓള് പറഞ്ഞത് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടറിഞ്ഞാണ്ട് മനസ്സിലാക്കിയാണ്ട് ചെയ്യണം എന്നല്ലാണ് പറഞ്ഞത്. അതേമാതിരി നമ്മളെ പല കാര്യങ്ങളും നിങ്ങളും എന്ത് ചെയ്യുക, കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങളും ചെയ്യാന്നാണ് ഹുദനോട് പറയാല്ലേ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ രണ്ടാൾക്കും നല്ല സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നമ്മൾ ആശംസിക്കുകയാണ്. അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മളെ സൈഡിൽ നിന്ന് നമ്മൾ ഉണ്ടാവട്ടെ നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു കുടുംബജീവിതം നമ്മളൊക്കെ മരണം വരെ നമ്മളെ കൺമുന്നിൽ മരണം വരെ നമ്മൾ നേരത്തെ മരിച്ചാലും നിങ്ങൾ മരണം വരെ സന്തോഷത്തോടു കൂടി ജീവിച്ച് പോണത് കാണാൻ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എല്ലാ കാലത്തും കാണണം. ടെസ്റ്റർമോണി BTS ഏത്? എടി ആ കഴിഞ്ഞിട്ട് ആ ചെയർ സൈഡ് വെച്ചാണ്. ആ ചെയർ ഇവിടെ അല്ലേ? അടുത്ത് എല്ലാരും ഉദരവായി പോണി. ടെസ്റ്റർ പണിയേ അടുത്തോളി നല്ല എടുത്തോളി. അപ്പോൾ സുഹൃത്തുക്കളെ അസുറു തൻ്റെ പ്രിയതമയും കൊണ്ട് ഒരു ടിന്നിങ് കപ്പിൾ ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോസ് ചെയ്യൂ ഗൈസ്, പോസ്. ടിന്നിങ് കപ്പിൾ ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ സ്വന്തം അർഷി. ഓ റൊമാൻറ്റിക് കപ്പിൾസ്, ഇത് നമ്മുടെ അസറു തന്നെയാണോ? എനിക്കത് വിശ്വസിക്കാൻ വയ്യേ. അപ്പോൾ അർഷി തൻ്റെ സകലമാന കഴിവുകളും വായിച്ചെടുത്തെടുത്ത ഫോട്ടോ. എവിടെ ഫോട്ടോടെ? ഓ അതുപൊളി. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ കപ്പിൾ ഫോട്ടോ.
സെറ്റ് വാ ഹുദ വാ. അർഷിനെ കുറിച്ച് എന്താ പറയാലോ പറഞ്ഞ ഹർഷിനെ ഞാൻ കൊറേ വട്ടം പറഞ്ഞോ. ഞാൻ ഹുദി ഫസ്റ്റ് എങ്ങനെ മീറ്റ് ചെയ്തത് ഒരു വലിയ സംഭവം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ഇതിൽ ലവ് നോട്ട്സിന്റെ ഇത് ഹാൻഡിൽ ചെയ്യാൻ ആരുമില്ലേനെ. അപ്പൊ അസുർ പറഞ്ഞു ഹുദ ഫ്രീ ആണെന്നാ ഹുദക്ക് കൊടുത്തു പറഞ്ഞു. ആ അപ്പോൾ ഹുദക്ക് കൊടുക്കുകയാണേ. ഇത് വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ട് ഇതോരോ സംശയം ചോദിച്ച് അത് കൺഫേം ചെയ്ത് അത് കൊടുത്ത് തരുമ്പോത്തിന് വർക്കൊക്കെ കഴിയോ. കാരണം അങ്ങനെ മെസ്സേജ് അയക്കുക. പിന്നുണ്ടല്ലോ ഇവിടുന്ന് ഒരു ടീം മെസ്സേജ് അയച്ചിന് ഓലിങ്ങനെ 2 ദിവസത്തെ പരിപാടിയാണ് പറഞ്ഞത്. ഒന്ന് മെസ്സേജ് അയച്ചാലും നാളെ ഇവിടുക്കത്തുള്ളൂ. അത്ര സ്ലോ ആയിട്ടാ പറയാട്ടോ. അതാണ് അർച്ചി പറഞ്ഞത്. ആ അപ്പൊ അസുരന്നെ പറയാലോ പുത്തൻ്റെ മെസ്സേജ് പോന്നിക്കണ് നാളെ അവിടെ എത്തിയേക്കാരത്. അല്ലാ പാവാട്ടോ. അപ്പോൾ ശരിയാ. അപ്പോൾ ഏതായാലും രണ്ടാളും പരിപാടി കഴിഞ്ഞ് നാളെ ഇവിടുത്തെ റിസപ്ഷനാണ്. അതുകൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പം നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഓരോ രണ്ടാളും കാര്യത്തിൽ. രണ്ടാളും നല്ല സിങ്കാണ്. മാഷാഅല്ലാഹ് കാലകാലം എല്ലാ കാലത്തും മരണം വരെ അങ്ങനെ രണ്ടാൾക്ക് സന്തോഷത്തോടെ ജീവിച്ച് പോകാൻ പറ്റട്ടെ എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും വരണ്ട്. ബൈ.